ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി മതമാണു പ്രശ്നം എന്നതല്ല, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണു പ്രശ്നം എന്നതാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായല്ലോ. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഭൗതികാവശ്യങ്ങളെയാണു സർക്കാർ പരിഗണിക്കുന്നത്. പൗരൻ്റെ സ്വത്തപരമായ ആവശ്യങ്ങളെ പരിഗണിക്കുകയില്ലെന്നോ അവയ്ക്കു പ്രഥമ സ്ഥാനമില്ലെന്നോ ഉള്ള അറിയിപ്പല്ലേ അത്? ഇതിലെന്താ ഉള്ളത്? മതം പ്രശ്നമല്ല എന്നല്ലേ? മതമാണ് പ്രശ്നം എന്നല്ല, മതം പ്രശ്നമല്ല എന്നുള്ളത്. മതം പ്രശ്നകാരിയല്ല, മതം പരിഹാരമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. മതം ഒരിക്കലും പ്രശ്നകാരിയായിട്ടില്ല. അപ്പോൾ മതം പ്രശ്നമല്ല എന്നുള്ളത് ശരിയാണ്, മതം പ്രശ്നമല്ല. വയറുന്ന തീ പ്രശ്നം, അത് പ്രശ്നം തന്നെയാണ്. അത് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ തീയിനെ അണക്കണം. തിന്നാൻ കൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുത്ത് അണക്കാതിരുന്നാൽ അത് പ്രശ്നമായിട്ട് തന്നെ മാറാം. മതം പ്രശ്നമല്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിനൊരു മോശമല്ല. പ്രശ്നമല്ല എന്നാണെങ്കിൽ, കാരണം അത് പ്രശ്നമല്ലല്ലോ. മതമൊന്നുമല്ല. ഞങ്ങൾക്ക് കാര്യം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ തിരക്കുകളില്ല. ഇതിവിടെ പറഞ്ഞ് മതം പ്രശ്നമല്ല എന്നാണ്, മതം പ്രശ്നകാരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വായിച്ചാൽ ഒരു കുഴപ്പമില്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ ആരായിരുന്നാലും ഒരു കുഴപ്പമില്ല. കമ്മ്യൂണിസ്റ്റുകാരനാവാം, അല്ലെങ്കിൽ അല്ലാത്തവരാകാം. മതം പ്രശ്നമല്ല എന്ന് ആര് പറഞ്ഞാലും ശരിയാണ്. എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം, അത് പ്രശ്നം തന്നെയാണ്. വയറെരിയുന്നുണ്ട് വെച്ചാൽ അത് തീയോലെ വെച്ചാൽ നല്ലോണം വെള്ളം കൊടുത്ത് കെടുത്തണം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് ശമിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിന് പറ്റി ബഡ്ജറ്റ് കൂട്ട്. പൗരൻ്റെ സ്വത്വപരമായ ആവശ്യങ്ങൾ പരിഗണിക്കുകയില്ലെന്നോ അവർക്ക് പ്രഥമ സ്ഥാനമില്ലെന്നോ ഉള്ള അറിയിപ്പല്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ വായിച്ചിട്ടാണ്. മതം ഞങ്ങൾക്ക് കാര്യമില്ല എന്ന് വായിച്ചിട്ടാണ്. അങ്ങനെ വായിക്കേണ്ടതില്ല. ബഡ്ജറ്റ് പ്രസംഗമല്ലേ? ബഡ്ജറ്റ് പ്രസംഗമാകുമ്പോൾ ഇവിടെ ഞങ്ങൾ തിന്നാൻ കൊടുക്കുന്ന കാര്യമാണ് സംസാരിക്കുന്നത്, ഭൗതിക ആവശ്യങ്ങളുടെ കാര്യമാണ് സംസാരിക്കുന്നത്, പരലോകത്തിൻ്റെ കാര്യമല്ല സംസാരിക്കുന്നത് എന്ന് വായിച്ചാൽ മതിയല്ലോ. അങ്ങനെ വായിച്ചാൽ കുഴപ്പമൊന്നുമില്ല.